ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് CNG എർട്ടിഗയാണ്. എനിക്ക് ഓടിച്ചിട്ട് അങ്ങനെ വലിയൊരു വ്യത്യാസം, പവർ കുറവോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പവർ മോട്ടറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എർട്ടിഗയുടെ CNG വേരിയൻ്റാണ്. എർട്ടിഗയുടെ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലിൻ്റെ ഒരു ഡെമോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡായിട്ട് ഓരോ ഡീറ്റെയിൽസിനെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എർട്ടിഗയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ദെൻ ഞാൻ ഇന്ന് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ CNG റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല്, ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ട്, എക്സ്റ്റീരിയറിൽ എന്തൊക്കെയുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കാർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവുക. ഇനി CNG എർട്ടിഗയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എർട്ടിഗ CNG വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എർട്ടിഗ CNGയുടെ പവർ, എൻജിൻ, മൈലേജ്, ഫ്യൂൽ ടാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ അതിനകത്ത് വരുന്ന മറ്റ് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് വണ്ടി ഓടിക്കുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ ടിപ്സ് ആൻഡ് ട്രിക്സും ഓട്ടോ ബിൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസും നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇൻറ്റീരിയറിലൊന്ന് കയറാം. ഇൻറ്റീരിയറിലെ MIDയിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് എൻജിൻ, ദെൻ അതിനുശേഷം നമുക്ക് ഫ്യൂൽ ടാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദെൻ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തുകൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയറിൽ നമുക്ക് കാണാം MID കാണാം. MIDയിൽ CNG എന്നും പെട്രോൾ എന്നും എഴുതിയിരിക്കുന്നത് കാണാം. മുകളിൽ പെട്രോളിൻ്റെ ടാങ്കും താഴെ CNGയുടെ ഫ്യൂൽ ടാങ്കിലുള്ള ഫ്യൂൽ എത്രമാത്രമാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ വലതുഭാഗത്തായിട്ട് പെട്രോളിൽ നിന്നും CNGയിലേക്കും CNGയിൽ നിന്നും പെട്രോളിലേക്കും മാറ്റാനുള്ളൊരു ഫ്യൂൽ ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പെട്രോളിലായിരിക്കും സ്റ്റാർട്ടിങ് എപ്പോഴും വരിക. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. സോ ക്ലച്ച് ചവിട്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പെട്രോളിലായിരിക്കും വണ്ടി ഉണ്ടാവുക. ദെൻ ഉടനെ തന്നെ CNGയിലേക്ക് അത് മാറും. വണ്ടി ഒന്ന് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് CNGയിലേക്ക് മാറും. ഇപ്പോൾ അത് CNGയിലേക്ക് മാറി. പെട്രോൾ എന്നുള്ളത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് നിന്നു, ഇപ്പോൾ CNGയിലേക്ക് മാറി. ഇനി റൈറ്റ് സൈഡിലുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും പെട്രോളിലേക്ക് മാറും. ഇപ്പോൾ അത് പെട്രോളിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ CNG പ്രസ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് CNGയിലേക്ക് മാറും. CNGയിലേക്ക് മാറുമ്പോൾ ഒരു ചെറിയൊരു ടിക്ക് എന്നുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ടക്ക് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ സ്റ്റാർട്ടായാലും ഓട്ടോമാറ്റിക്കായിട്ട് CNGയിലേക്ക് മാറിക്കോളും. പിന്നീട് ഓരോ തവണ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ദെൻ ഇതിൽ വേറൊരു കാര്യം, നമുക്ക് പെട്രോളിലാണ് എപ്പോഴും സ്റ്റാർട്ടിങ് വരിക. അപ്പോൾ ഒരല്പം പെട്രോൾ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി പെട്രോൾ തീരെ ഇല്ല, CNG മാത്രമുള്ളൂ എങ്കിൽ പെട്രോൾ തീർന്നു പോയാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ വണ്ടിയിൽ തീരെ പെട്രോൾ ഇല്ല, CNG മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയാണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബട്ടണിൽ ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 5-10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ടക്ക് എന്നുള്ളൊരു ശബ്ദം കേട്ടു. ഇപ്പോൾ CNGയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് CNGയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്രോൾ ഫുള്ള് തീർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പെട്രോൾ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത നേരത്തെ ചെയ്ത പോലെ തന്നെ MID പെട്രോളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ CNGയിലേക്ക് മാറ്റാം. നോർമൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ MIDയിൽ നമുക്ക് ട്രിപ്പ് മീറ്റർ, അതുപോലെ തന്നെ ഓഡോമീറ്റർ, പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റ് കാറുകളിൽ ഞാൻ കാണിച്ചിരുന്നു ഡോറ്, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ്, ക്ലോക്ക്, ഡോറ്, ടെമ്പറേച്ചർ, പിന്നെ ലൈറ്റ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ അത് ഇതിലും ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. CC 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. CNG മോഡൽ ഹൈബ്രിഡ് അല്ല. നമുക്കറിയാം മറ്റ് പെട്രോൾ മാത്രമായിട്ട് വരുന്ന വേരിയൻറ്റുകളിൽ എർട്ടിക ഒരു ഹൈബ്രിഡ് മോഡലാണ്. എന്നാൽ ഇതിലൊരു ഹൈബ്രിഡ് മോഡലായിട്ടല്ല വരുന്നത്. ബാറ്ററിയൊക്കെ നോർമൽ ബാറ്ററി തന്നെയാണ് വരുന്നത്. നമുക്ക് സാധാരണ എക്സൈഡിൻ്റെ കൺസർവ് ബാറ്ററി അല്ല ഇതിൽ കാണുന്നത്. ദെൻ നമുക്ക് റൈറ്റ് സൈഡ് കോർണറിലായിട്ട് CNG വണ്ടികളിൽ മാത്രം വരുന്നതാണ്. CNGയുടെ പ്രഷറും മറ്റുമൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രഷർ ഗേജ് ഉണ്ട്. അത് ഇതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ ഗേജ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്. നമ്മൾ എർട്ടിഗയുടെ ഇതിനു മുമ്പുള്ള ഡെമോയിൽ കണ്ടതുപോലെ തന്നെ 1462 CC 4 സിലിണ്ടർ എഞ്ചിനാണ്. പവർ 77 kW ആണ്. ടോർക്ക് മാക്സിമം വരുന്നത് 138 Nm ആണ്. മൈലേജ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 26.08 km ആണ് CNGയുടെ മൈലേജ് വരുന്നത്. പെട്രോളിൽ മൈലേജ് വരുന്നത് 19.01 CNG മോഡൽസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ECMകൾ ഉപയോഗിക്കുന്നുണ്ടാവും. നോർമൽ ഉപയോഗിക്കുന്ന ഒരു ECM കൂടാതെ മറ്റൊരു എക്സ്ട്രാ ഒരു ECM കൂടി CNGക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. മിക്കവാറും എല്ലാ CNG വാഹനങ്ങളിലും തന്നെ 2 ECM ഉണ്ടായിരിക്കും. അത് ഡ്യുവൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. രണ്ട് ECMകളും ചേർന്നിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ 2 ഫ്യൂലുകളും ചേർന്ന് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പെട്രോൾ ടാങ്ക്, അതുപോലെ തന്നെ CNGയുടെ ടാങ്ക്, ഇതൊക്കെ നമുക്ക് നോക്കാം. എത്ര ലിറ്ററാണ്, അതിനകത്ത് എത്ര ഫ്യൂല് കൊള്ളും എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ CNGയുടെയും പെട്രോളിൻ്റെയും ടാങ്കിൻ്റെ ക്യാപ്പ് ഒന്ന് തന്നെയാണ്. നമ്മളിതിനു മുമ്പ് ഡിസയർ ടൂറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഡിസയർ ടൂറിൻ്റെ റിവ്യൂവിൽ നമ്മൾ കണ്ടിരുന്നു രണ്ടായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. നാച്ചുറൽ ഗ്യാസ് CNG എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യേകം എഴുതി കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് നമ്മൾ ഡിസയറിൽ കണ്ടത്. അത് പക്ഷേ വേറെ ആയിട്ടാണ് വന്നിരുന്നത്. ഇതിൽ രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ലിറ്ററാണ് CNG ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ 60 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 8 കിലോ മുതൽ 9 കിലോയുടെ ഇടയിൽ അത്രയും ഫ്യൂൽ CNG കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഫ്യൂൽ ടാങ്കിനുണ്ട്. പെട്രോൾ ടാങ്ക് 45 ലിറ്ററാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ പോലെ തന്നെ 45 ലിറ്റർ വരുന്നുണ്ട്. സാധാരണ വണ്ടികളിൽ 45-നാണ്. അതുപോലെ തന്നെ CNGയിലും 45-നാണ്. അപ്പോൾ നമുക്ക് CNG ഇല്ലാത്ത സ്ഥലത്തൂടെ ഓടിച്ച് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പെട്രോൾ അടിക്കാം. ഇനി അതല്ല CNG ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ നമുക്ക് CNG ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ. എറണാകുളത്തൊക്കെ താമസിക്കുന്ന സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ 2 ഫ്യൂലിൽ ഉപയോഗിക്കാൻ പറ്റും. പെട്രോളിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ CNGയിൽ ഉപയോഗിക്കാം. CNG ആണെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. വളരെ നിസ്സാരമായ തുകയ്ക്ക് നമുക്ക് CNG അടിച്ച് ഉപയോഗിക്കാം. മൈലേജ് ആണെങ്കിൽ വളരെ കൂടുതൽ, ഈവൻ ഡീസൽ ഫ്യൂലിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് CNGക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. സോ നോർമലി എല്ലാ CNG വെഹിക്കിൾസിൻ്റെയും CNG ടാങ്ക് പുറകിൽ തന്നെയാണ് വരാറ്, ബൂട്ടിൽ തന്നെയാണ് വരാറ്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഇതിനിങ്ങനെ ഒരു എന്താ പറയുന്നത് കവറിങ് കൂടി കൊടുത്തിട്ടുണ്ട്. CNG ടാങ്കൊക്കെ സെയിം തന്നെ 60 ലിറ്ററാണ്. ചിലതിൽ 55 ലിറ്ററാണ് വരാറ്. ഇതിനകത്ത് 60 ലിറ്ററാണ് വരുന്നത്. ദെൻ മാനുവൽ ഷട്ട് ഓഫ് വാൽവ് നമ്മൾ ഓൾറെഡി ഡിസയർ ടൂറിൽ കണ്ടിരുന്നു. എന്തെങ്കിലും ലീക്കേജോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ലീക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറിൻ്റെ എൻഡിൽ നിന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടിരുന്നു. അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. CNGയെ പറ്റി പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. CNG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? CNG വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ CNG ഫ്യൂൽ അടിക്കാൻ നമുക്ക് സൗകര്യങ്ങളില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ എടുക്കുന്നത് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ആളോ, അല്ലെങ്കിൽ എറണാകുളത്ത് ഡെയിലി പോയി വരുന്ന എറണാകുളത്തിൻ്റെ അടുത്ത ജില്ലകളായ ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഡെയിലി എറണാകുളം പോയി വരുന്ന ആളുകളുണ്ട്. ജോലിക്കായിട്ടും അല്ലെങ്കിൽ ബിസിനസ്സായിട്ടും മറ്റുമൊക്കെ പോയി വരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ CNG മോഡൽ വെഹിക്കിൾസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് CNGക്ക് പകരം പെട്രോൾ അടിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഇനി അതല്ല ഡെയിലി എറണാകുളം പോയി വരുമ്പോൾ നമുക്ക് ആ ഒരു ചിലവ് കുറയ്ക്കാനായിട്ട് CNG അടിക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ഇപ്പോൾ പല ആളുകളും തൃശ്ശൂരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കോൾ ചെയ്യാറുണ്ട്. എൻ്റെ ഒഫീഷ്യൽ പർപ്പസിൽ കോൾ ചെയ്യുന്നതാണ്. CNG എടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പല ആളുകളും വിളിക്കാറുണ്ട്. ഒഫീഷ്യലി വിളിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തേക്കും വരുന്നുണ്ട് അവർ, അതുപോലെ തന്നെ തൃശ്ശൂർ പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയായിരിക്കും ഈ ഒരു CNG എർട്ടിക എന്ന് പറയുന്നത്.
ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. എനിക്ക് ഓടിച്ചിട്ട് അങ്ങനെ വലിയൊരു വ്യത്യാസം, പവർ കുറവോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിക്കുന്നത് സ്ട്രെയിറ്റ് റോഡാണ്, നല്ല റോഡാണ്. പിന്നെ കയറ്റമൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡിൻ്റെ ഇതല്ല മെയിനായിട്ട്, കയറ്റങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള റോഡാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പവർ ലാഗ് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കയറ്റത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി ഇത് അവിടെ ഒരു സ്വിച്ചിൽ ഒറ്റ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് CNGയിൽ നിന്ന് മാറി പെട്രോളിലേക്ക് മാറുന്ന ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ AC കൂളിംഗ് ഒക്കെ ആണെങ്കിലും CNGയിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ദെൻ അതുപോലെ തന്നെ വണ്ടി സ്മൂത്താണ്. CNGക്ക് വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡീസൽ വണ്ടികളാണെങ്കിൽ നമുക്കറിയാം കുറച്ചുകൂടി ശബ്ദം ഉണ്ടാവും. പെട്രോളിൽ നിന്ന് ഡീസലിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് റിഫൈൻമെൻറ്റ് കുറവുണ്ടായിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ശബ്ദം തന്നെ വളരെ കുറവാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.